തവാങ്ങിലെത്തിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇവിടെ പോകേണ്ടി വരും. കാരണം ഇന്ത്യ ചൈന ബോർഡറായ ബുംല പാസിലേക്കുള്ള എൻട്രി പാസ് കിട്ടാൻ ഒരു ദിവസത്തെ ഡിലേ ഉണ്ടാവും. രാവിലെ തന്നെ പാസിനുള്ള അപ്ലൈയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ഓൾ ഡേ ഫ്രീ ഉണ്ട്. നമ്മൾ വിചാരിച്ചു തവാങ് മൊണാസ്ട്രിയും പിന്നെ ഒരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്, അത് രണ്ടും കാണാനുള്ള പ്ലാനിലാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് മൊണാസ്ട്രിയാണ് ഈ തവാങ് മൊണാസ്ട്രി. നമ്മൾ ഗൂഗിളിലോ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ എവിടെ തവാങ് സെർച്ച് ചെയ്താലോ ആദ്യം വരുന്നത് ഈ മൊണാസ്ട്രിയുടെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ തവാങ്ങിലും സ്പിറ്റിയിലൊക്കെ ഒരുപാട് മൊണാസ്ട്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സ്വീകരണം കിട്ടുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അവിടെ ഒന്നും കിട്ടാത്ത വേറൊരു സംഗതിയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ചായയും കടിയൊക്കെ അതും ഫ്രീ ആണ് ഇവിടെ. ഇവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. അവർ നമ്മളെ സ്വീകരിക്കുന്നതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ. വളരെ പൊളൈറ്റ് ആയിട്ടാണ് നമ്മളൊക്കെ സ്വീകരിക്കുന്നത് ഇവർ. ഇതാ മെയിൻ മൊണാസ്ട്രിയുടെ ഉൾഭാഗമാണ് കേട്ടോ. കംപ്ലീറ്റ് ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല വെറൈറ്റി ആയിട്ട് നല്ല ഡിസൈനിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് കളർഫുൾ ആണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ വെച്ചിട്ട് ഒരാൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നു കേട്ടോ. അതായത് അവരുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ് ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത്. തവാങ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്ന അത്യാവശ്യം ഹൈറ്റിലാണ്. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ടൗണ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. ഈ തവാങ് ടൗണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു മലൻ്റെ മുകളിലാണ് കേട്ടോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പാസ് എടുക്കാനുള്ള സ്ഥലങ്ങളും പോകാനുള്ള സ്ഥലങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെയാണുള്ളത്. അതായത് DC ഓഫീസും ഈ വാർ മെമ്മോറിയലും ഒക്കെ അടുത്തടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരാൻ വളരെ സിമ്പിളാണ്. ഇനി അടുത്ത് നമുക്ക് കാണാനുള്ള ഒരു ബുദ്ധ സ്റ്റാച്ചുവും കൂടി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്. അത് ടൗണിൽ തന്നെയാണ്. ഇവിടേക്കൊന്നും വരാൻ പ്രത്യേകിച്ച് റൂട്ട് പറഞ്ഞ എൻ്റെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് മാപ്പിൽ അടിച്ചിട്ട് അങ്ങോട്ട് പോന്നാൽ മതി. അതുകൊണ്ടാണ് ബൈക്കിൽ വരുന്നത് കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. നമ്മൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് നടന്ന് കാണാം മൊത്തമായിട്ട്. തവാങ് ടൗണിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു സ്റ്റാറ്റു കാണാൻ പറ്റും. അത്രത്തോളം ഹൈറ്റിലാണ് ഇതുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചായയും കടീൻ്റെ കാര്യം. ഇവിടെ ഉണ്ട് കേട്ടോ, ചായയും കടിയൊക്കെ ഫ്രീ ആണ്. ഇവിടെ കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ടാണ് ഇവിടെ പൂരിയൊക്കെ കൊടുക്കുന്നുണ്ട് ചായൻ്റെ കൂടെ. ഇത് ബഡ്ജറ്റായിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു പരിപാടിയാണ് കേട്ടോ. രാവിലെ ഉച്ചക്കൊക്കെ ഉണ്ട് ഇവിടെ. ഫുഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, ഫ്രീ ആണ്. ഓവർ മഞ്ഞുവീഴ്ച കാരണം ഇന്നലെ വരെ ബൈക്കുകളൊന്നും ബുംല പാസിലേക്ക് കടത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നാളെ കടത്തി വിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നാളെ അടുത്ത വീഡിയോയുമായി കാണാം.